الرحمن الرحيم. يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي. إنا لله وإنا إليه راجعون. إنا لله وإنا إليه راجعون. إنا لله وإنا إليه راجعون. ولا حول ولا قوة إلا بالله العلي العظيم. اللهم اغفر له وارحمه مرحوم بكوية البخاري نور الله مرقده واعف عنه وعافه وأكرم نزله ووسع مدخله واعثله بالماء والثلج والبرد ونقه من خطايا كما نقيت الثوب الأبيض من الدنس وأبدله دارا خيرا من داره وأهلا خيرا من أهله وزوجا خيرا من زوجه وادخله الجنة واعذه من عذاب القبر أو من عذاب النار برحمتك يا أرحم الراحمين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം സ്വീകരിക്കുമാറാകട്ടെ. നാം ഇങ്ങനെ ഒരു മജ്ലിസ് പരിശുദ്ധ മദീന മുനവ്വറയിൽ വെച്ച് നടത്തുന്നത് ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരമക്കൾക്കു വേണ്ടി മാത്രമായി ഒരുമിച്ച് കൂട്ടിയ അഹ്ലുൽ മുസ്തഫ എന്ന മഹനീയമായ കൂട്ടായ്മ, ആ കൂട്ടായ്മയുടെ മെമ്പർമാരായിട്ടുള്ള മുത്തു ബീവി അൽ ബുഖാരി, സുമയ്യ ബീവി അൽ ജീലാനി, സഹല ബീവി അൽ ബുഖാരി, റുഫൈദ ബീവി അൽ ബുഖാരി, ഇവരുടെ പ്രിയപ്പെട്ട ഉപ്പ മർഹൂം പൂക്കോയ തങ്ങൾ അൽ ബുഖാരി നമ്മിൽ നിന്നും വിട പറഞ്ഞിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസ് ആ ഉപ്പയെ സന്തോഷിപ്പിക്കാൻ കാരണമാക്കുമാറാകട്ടെ. ഈ കൂട്ടായ്മ കൊണ്ട് നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങളൊക്കെ ഇതാണ്. നമുക്കിങ്ങനെ ഖാസായിട്ട് പ്രത്യേകം പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിന് വല്ലാത്ത കുളിർമയാണ്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമുക്ക് മറ്റുള്ളവരെ പരിഗണിക്കാനും നാളെ മരിച്ച ഖബറിൽ കിടക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇതുപോലെ ലഭിക്കുമല്ലോ എന്ന വലിയ സന്തോഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ, സ്വീകരിക്കുമാറാകട്ടെ. നമുക്ക് പ്രിയപ്പെട്ട മർഹൂം പൂക്കോയ തങ്ങൾ ഉപ്പാപ്പയ്ക്ക് വേണ്ടി പറ്റുന്നതെല്ലാം നമുക്ക് ചെയ്യണം. ചെയ്യുന്നവർക്കും നാവ് കൊണ്ടും ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും ചെയ്യുന്നവർക്കൊക്കെ അല്ലാഹു തൗഫീഖും ബറക്കത്തും റാഹത്തും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുനോട്ടവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എത്ര ചെയ്താലും മതി വരില്ല. പ്രത്യേകിച്ച് ഞാൻ വസിയ്യത്ത് ചെയ്യുന്നത് മരണാനന്തരം മുതൽ 40 വരെയാണ് നമ്മൾ വിശ്രമിക്കാതെ ചെയ്യേണ്ട കാര്യം, പ്രത്യേകിച്ച് നമ്മുടെ ഉപ്പമാരുടെ കാര്യത്തിൽ. അത്രമേൽ സ്നേഹവും വാത്സല്യവും തന്ന ആ ഉപ്പയെ നമ്മൾ എങ്ങനെ മറക്കാനാണ്? പകരം എന്തു കൊടുത്താലും തികയുകയില്ല, പരിഹരിക്കാനും കഴിയുകയില്ല. ഈ സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ദിക്റുകളാണ്, ഖുർആനുകളാണ്, മജ്ലിസുകളാണ്. വീട്ടിൽ മജ്ലിസുണ്ടോ അതിന് വലിയ മഹത്വമുണ്ട്. വീട്ടിൽ നടക്കുന്ന സാദാത്യങ്ങൾ വന്ന് നടത്തുന്ന മജ്ലിസിൽ ബറക്കത്തുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം നന്മകൾ ഇറക്കുന്ന സമയമാണ്. പ്രത്യേകിച്ച് ഞാൻ പറയുന്നു, കൂടുതൽ ദിവസങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല. 40 തികയുന്നത് വരെ എല്ലാ ദിവസവും ഖത്മുകൾ ഓതുന്നതിനു പുറമെ എല്ലാ ദിവസവും 40 തികയുന്നത് വരെ ഒരു യാസീനെങ്കിലും ഓതാൻ കഴിയണം. നമുക്ക് കുറഞ്ഞത് 10 ഫാത്തിഹയെങ്കിലും ഓതാൻ കഴിയണം. ഒരു മുൽക്കെങ്കിലും നമുക്ക് ഓതാൻ കഴിയണം. 100 ഇസ്തിഗ്ഫാറും 100 ദിക്റും 33 ഇഖ്ലാസും ചൊല്ലാൻ കഴിയണം. സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ യാസീൻ, സൂറത്തുൽ മുൽക്ക്, ഇഖ്ലാസ്, ദിക്ർ, ഇസ്തിഗ്ഫാർ, ഖത്മുൽ ഖുർആൻ അടക്കം 7 കാര്യങ്ങൾ മരണപ്പെട്ടവർക്ക് കൊടുക്കാൻ പറ്റിയ നല്ല മധുരപലഹാരമാണ്. എല്ലാ ദിവസവും നമ്മളെ കൊണ്ട് പറ്റുന്നത് ചെയ്യുകയും അത് എഴുതി വെക്കുകയും അതിന് കണക്ക് വെച്ച് 40 ആകുമ്പോൾ അൽഹംദുലില്ലാ, എൻ്റെ ഉപ്പാപ്പയ്ക്ക് വേണ്ടി, എൻ്റെ ഭർത്താവിൻ്റെ പിതാവിന് വേണ്ടി, എൻ്റെ ഉപ്പയുടെ ഉപ്പയ്ക്ക് വേണ്ടി ഇങ്ങനെ ഒരു ഹദിയ ചെയ്യാൻ കഴിഞ്ഞല്ലോ എന്ന സന്തോഷം നമുക്ക് ലഭിക്കും. പറ്റുമെങ്കിൽ 40 തികയുമ്പോൾ കുടുംബങ്ങളെല്ലാവരും ചൊല്ലിയ ഔറാദുകളും ഖുർആനും ഖത്മുകളും അത് കണക്കുകളെല്ലാം 40 തികയുമ്പോൾ സാദാത്യങ്ങൾ വരുമ്പോൾ അവരുടെ കയ്യിൽ കൊടുക്കണം. ഞങ്ങൾ അഹ്ലുൽ മുസ്തഫാക്കാർ ചൊല്ലിയ ഖുർആനുകളാണ്, ഹദിയകളാണെന്ന് പറഞ്ഞിട്ട് തീർച്ചയായിട്ടും അതിനും ആ മജ്ലിസിനും ഫലമുണ്ടാകും, ആ മജ്ലിസിൽ ചൊല്ലുന്നതിനും ഫലമുണ്ടാകും. അള്ളാഹു നമുക്ക് ധാരാളം നന്മകൾ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. ഈ ഒരു മജ്ലിസിന് വേണ്ടിയല്ല, ആര് മരണപ്പെട്ടാലും
മരണാനന്തര ക്രിയ മുതൽ 40 വരെയും നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്താൽ അത് നമുക്കുള്ളതാണ്. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്നും നീ സ്വീകരിക്കണം റഹ്മാനേ, നീ സ്വീകരിക്കണേ അല്ലാ. അതുകൊണ്ട് എല്ലാവരും ആത്മാർത്ഥമായിട്ട് നടക്കാൻ പോകുന്ന മജ്ലിസ് നല്ല ഇഖ്ലാസോട് കൂടിയിരിക്കുക. സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസ് അവൻ തൃപ്തിപ്പെടുന്ന ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനോട്ടമുള്ള മജ്ലിസായി അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുച്ചാരത്തിരുന്നുകൊണ്ട് പരിശുദ്ധ ഹറമിലിരുന്നുകൊണ്ട് നടത്തപ്പെടുന്ന ഈ മജ്ലിസ് കോടാനക്കോടി മലായികത്തീങ്ങൾ കൊണ്ട് തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഈ മഹനീയമായ ഹറമിൽ വെച്ചുള്ള ഈ മജ്ലിസ് നമ്മുടെ മജ്ലിസിനെ മാലാകമാരുടെ ആമീൻ കൊണ്ട് നിറച്ച് പെട്ടെന്ന് സ്വീകരിക്കപ്പെടുന്ന ഒരു മജ്ലിസായി അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. പ്രത്യേകിച്ച് നമ്മിൽ നിന്നും മൺമറഞ്ഞു പോയവർക്ക് വേണ്ടി ഇങ്ങനെ ഒരുമിച്ച് കൂടുമ്പോൾ മൺമറഞ്ഞു പോയവർക്കും അതിനുവേണ്ടി സമയങ്ങൾ മാറ്റിവെച്ച് ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അള്ളാഹുവിൻ്റെ ജലാലിയത്തിൻ്റെ ഇസ്മായ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റ് ചൊല്ലി ദുആ ചെയ്യുമ്പോൾ അതെല്ലാം കാതോർത്ത് ഇഖ്ലാസോടുകൂടി ഓതുന്ന എല്ലാവർക്കും ഈ മജ്ലിസിൻ്റെ ബറക്കത്ത് ജീവിതത്തിലും മരണാനന്തര സമയത്തും ഖബറിലും മഹ്ശറിലും അള്ളാഹു പ്രകാശമായി സന്തോഷമായി ഇത് വലിയൊരു തുണയായി തണലായി അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അള്ളാഹ് നമ്മുടെ ഈ മജ്ലിസ് ദിക്റ് കൊണ്ട് അനുഗ്രഹീതമാക്കുന്ന മജ്ലിസാണ്. എല്ലാവരും ഏറ്റു ചൊല്ലണം, ആത്മാർത്ഥമായി ചൊല്ലാൻ പരിശ്രമിക്കണം. അള്ളാഹുവിൻ്റെ ദിക്റ് ചൊല്ലുമ്പോൾ കൂട്ടത്തിൽ തന്നെ മറ്റുള്ള ശ്രദ്ധകളിൽ നിന്നെല്ലാം നമ്മുടെ ഖൽബിനെ മാറ്റി സ്ഥാപിച്ചുകൊണ്ട് ഓരോ ദിക്റുകളുടെ എണ്ണവും ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ മറ്റുള്ള ശ്രദ്ധകളിൽ നിന്നും വിട്ടുനിൽക്കാൻ വലിയ കാരണമാണ്. ഇൻഷാ അള്ളാഹ് നമ്മൾ ചൊല്ലുന്ന ഓരോ ദിക്റുകളും അതത് വെച്ചുകൊണ്ട് ഓരോ എണ്ണവും വെച്ചുകൊണ്ട് ചെല്ലുമ്പോൾ ഓരോ ദിക്റുകളും നമ്മുടെ ശ്രദ്ധ അതതിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ ഹൃദയം അള്ളാഹുവിലേക്ക് കൂടുതൽ അടുത്തുകൊണ്ട് മറ്റുള്ള ശ്രദ്ധകളിൽ നിന്നെല്ലാം വിട്ടുനിന്നുകൊണ്ട് അള്ളാഹുവുമായി അടുക്കാനുള്ള ബറക്കത്തായ ഒരു സമയവും കൂടിയാണ് ഇത്. നമ്മുടെ ആത്മാവിനും ഗുണം കിട്ടുന്നതാണ്. നമ്മൾ ആർക്കു വേണ്ടിയാണോ ദിക്റ് ചൊല്ലുന്നത് അവർക്കും വലിയ ഫലം കിട്ടുന്ന ഒരു കുറഞ്ഞ സമയം അള്ളാഹു നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. ഇതിനു നേതൃത്വം നൽകുന്നത് പരിശുദ്ധ മദീന മുനവ്വറയിൽ വെച്ചാകുമ്പോൾ തീർച്ചയായിട്ടും ഈ മജ്ലിസ് കേട്ടുകൊണ്ട് ദിക്റ് ചൊല്ലുന്ന ഓരോരുത്തരുടെയും ആത്മാവ് പരിശുദ്ധ മദീന മുനവ്വറയിലാകട്ടെ എന്ന് ആരംഭത്തിൽ തന്നെ ഞാൻ ദുആ ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ഇന്നത്തെ മജ്ലിസ് 100 ദിക്റ് ചൊല്ലിക്കൊണ്ടുള്ള ദുആ മജ്ലിസാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് ഏറ്റു ചൊല്ലുന്നവർക്കും അവരുടെ കുടുംബത്തിലും മനസ്സിലെ നീറുന്ന വേദനിക്കുന്ന പ്രയാസങ്ങൾ മാറ്റി മുറാദുകൾ ഹാസിലാക്കി എല്ലാ വിഷമങ്ങളും അള്ളാഹു അകറ്റി തരുമാറാകട്ടെ. ഈ 100 ദിക്റ് ചൊല്ലുന്നത് കാരണം കോടിക്കണക്കിന് ദിക്റുകൾ നമുക്ക് വേണ്ടി ചൊല്ലാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ അടിയങ്ങളായ ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തീങ്ങളെ അള്ളാഹു നിയോഗിക്കട്ടെ. ഇൻഷാ അള്ളാഹ് ദിക്റ് തുടങ്ങാൻ പോവുകയാണ്. മുൻകൂട്ടി പറയുമ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് വളരെ ശ്രദ്ധയോടുകൂടി ദിക്റ് തുടങ്ങാൻ പോവുകയാണല്ലോ എന്ന മനോഭാവത്തോടു കൂടി മനസ്സിനെ റബ്ബിലേക്ക് തിരിച്ചുകൊണ്ട് നമുക്ക് ദിക്റ് ചൊല്ലാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചൊല്ലുന്ന ദിക്റാണ്, നമ്മുടെ നാവ് കൊണ്ട് ചൊല്ലുന്ന ദിക്റാണ്. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ചൊല്ലുന്നു എന്നൊരു കാരണമേ ഇവിടെ ഉള്ളൂ. നമ്മൾ ഇഖ്ലാസോടുകൂടി ചെയ്യുന്നതനുസരിച്ച് ദിക്റിൻ്റെ പവർ കൂടുകയും ആ ദിക്റിൻ്റെ പ്രതിഫലം അല്ലാഹു എത്രയാണോ തരാൻ ഉദ്ദേശിച്ചത് ആ പ്രതിഫലം മുഴുവനും നമ്മൾ ഉദ്ദേശിക്കപ്പെടുന്ന വ്യക്തിയിലേക്ക് എത്തുന്നു എന്നതിലുപരി ഒരു കുറവും വരുത്താതെ നാളെ നമ്മുടെ ഖബറിലേക്കും അത് കിട്ടുമെന്നുള്ള ഒരു ഓർമ്മയും കൂടി നിങ്ങളുടെ ഖൽബിലുണ്ടാകണം. അപ്പോൾ ആർക്കോ വേണ്ടി ചെയ്യുന്നു എന്ന് കരുതി അത് അവർക്ക് മാത്രമുള്ളതല്ല, അവർക്ക് കിട്ടുന്നത് എങ്ങനെയാണോ അതിൻ്റെ പകർപ്പ് നമുക്കും കൂടി ഉണ്ടല്ലോ എന്ന് മനസ്സിലാക്കി ഇത് ഞാൻ കവചനാവിൽ സൂക്ഷിക്കുന്ന ഒരു സ്വത്താണെന്ന് മനസ്സിലാക്കി ഇത് നാളെ എൻ്റെ ഖബറിലേക്കും വരുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ആത്മാർത്ഥമായി ചെയ്യാനുള്ള ഒരു ലക്കി ചാൻസാണ്. കാരണം നമ്മൾ ഇബാദത്തുകൾ വളരെയധികം കൂടുതലൊന്നും ചെയ്യുന്നില്ല. ചില സന്ദർഭങ്ങളിൽ നാം ഖുർആനുമായി ബന്ധപ്പെടുന്നു, ഖുർആനിൻ്റെ ചില സൂക്തങ്ങളായ സൂറത്തുൽ ഫാത്തിഹയുമായി ബന്ധപ്പെടുന്നു, സൂറത്തുൽ ഇഖ്ലാസുമായി ബന്ധപ്പെടുന്നു, സൂറത്തുൽ മുൽക്കുമായി ബന്ധപ്പെടുന്നു, സൂറത്തു യാസീനുമായി ബന്ധപ്പെടുന്നു. അൽഹംദുലില്ലാ, അങ്ങനെയൊക്കെ അവസരങ്ങൾ കിട്ടുമ്പോൾ ഒരിക്കലും നമ്മൾ പാഴാക്കാതെ നമ്മൾ അതിലെല്ലാം കൂടി നമ്മൾ ചെയ്യാൻ ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഭൗതികകരമായി പറഞ്ഞാൽ നമുക്ക് ധാരാളം സമ്പത്തുണ്ടെങ്കിൽ അത് നാം ബാങ്കിൽ
ഡെപ്പോസിറ്റ് ചെയ്യുന്നത് പോലെ അവിടെ സൂക്ഷിപ്പ് സ്വത്തായി കിടക്കും. നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഗൂഗിൾ പേ വഴിയോ മറ്റു പല വഴിയും നമുക്ക് ട്രാൻസാക്ഷൻ നടത്താൻ പറ്റുന്നത് പോലെ നമ്മുടെ നന്മകളും നമ്മുടെ ഔറാദുകളും നമ്മുടെ ഖുർആനുകളും പ്രത്യേകിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി നാം ഹദിയ ചെയ്യുന്ന ഒരു ദിക്റാണോ ഫത്ഹയാണോ അതെല്ലാം നമ്മുടെ ഖബറിലേക്ക് വരും. നമ്മൾ മരണപ്പെട്ട് നമ്മുടെ ശരീരത്തെ മറമാടാൻ ഖബറിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമ്മൾ ചെയ്ത എന്നാൽ നമ്മൾ അറിഞ്ഞുപോലും കൂടാത്ത ഒരുപാട് നന്മകൾ നമ്മളെ കാത്തു നിൽക്കും ഖബറിന് ചുറ്റും നമ്മളെ സ്വീകരിക്കാൻ. എന്നാൽ നമ്മൾ വലിയ ആത്മാർത്ഥതയോടുകൂടി ചെയ്ത നമുക്ക് വേണ്ടി ചെയ്ത പല അമലുകളും ചിലപ്പോൾ കാണാൻ പറ്റിയെന്ന് വരില്ല. അതെന്തുകൊണ്ടെന്നാൽ നമ്മുടെ ജീവിതത്തിൽ ന്യൂനതകൾ സ്വാഭാവികമാണ്. ഗീബത്തോ നമീമത്തോ ഫസാദോ പരദൂഷണമോ എന്തെങ്കിലും അറിഞ്ഞോ അറിയാതെയോ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം പൊറുപ്പിക്കാൻ ഖബറിൽ സന്തോഷത്തോടെ കിടക്കാൻ വേണ്ടി അള്ളാഹു എല്ലാവർക്കും കൊടുക്കാനുള്ളത് കൊടുത്ത് വീതിച്ച് പാപവിമുക്തമാക്കിക്കൊണ്ട് നമ്മൾ ഒരു പാപിയുമല്ലാത്ത രൂപത്തിൽ ഖബറിൽ സന്തോഷത്തോടെ കിടക്കണമെന്ന ഉദ്ദേശത്തിൽ ഒന്നും ബാക്കി വെക്കാതെ നമ്മൾ അമലിൽ നിന്ന് എടുത്തു മാറ്റുമ്പോൾ പിന്നെ ഖബറിൽ രക്ഷപ്പെടാനുള്ള വകുപ്പൊന്നുമില്ല. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയുള്ള നന്മകളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ, ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഇത് ഒരു കൂട്ടായ്മയാണ്, ഇതൊരു കുടുംബമാണ്. ഇതിൽ നിന്നും പുറത്തുള്ളവരെ നമ്മൾ പരിഗണിക്കുന്നില്ല. പരിഗണിക്കാൻ നിന്നാൽ മുഅ്മിനീങ്ങൾ സത്യവിശ്വാസികൾ കോടാനക്കോടിയാണ്. ഇതൊരു വലയമാണ്. ഈ കുടുംബത്തിൽ നിന്നും ആരെങ്കിലും മരണപ്പെട്ടാൽ നമ്മളെല്ലാവരും നമ്മുടെ കുടുംബത്തെ പോലെ കാണുന്നു. നമ്മൾ കുടുംബത്തിലുള്ളവർക്ക് വേണ്ടിയാണ് ഖുർആൻ ശേഖരിക്കുന്നത്, കണക്കുകൾ വാങ്ങുന്നത്. അപ്പോൾ ഈ കുടുംബത്തിന് ഫലം കിട്ടാൻ വേണ്ടി നമ്മൾ ഒരുപാട് നന്മകൾ ചെയ്യുന്നു. അസ്സദഖത്തു റദ്ദുൽ ബലാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വദഖ ബലാ മുസീബത്തിനെ കാക്കുമെന്ന് പറയുന്നത് പോലെ നമ്മളെ ഈ കപ്പലാകുന്ന മഹത്തായ അഹ്ലുൽ മുസ്തഫ എന്ന അഹ്ലുബൈത്തിന് വേണ്ടി മാത്രം ക്രോഡീകരിച്ച ഈ മഹത്തായ കൂട്ടായ്മയ്ക്ക് അസറ് ലഭിക്കാനും ഒരുപാട് ശ്രേഷ്ഠത ലഭിക്കാനും നമ്മൾ ഒരുപാട് നന്മകൾ ചെയ്യുന്നു. ഖുർആൻ വഖഫുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധ മദീന മുനവ്വറയിൽ ധാരാളം ദാനധർമ്മങ്ങൾ ചെയ്യുന്നു. അതിനുപരി എല്ലാ റജബിലും ഷഅബാനിലും റമളാനിലും നമ്മൾ ഖുർആനും മറ്റ് ഔറാദുകളും ഹദിയ ചെയ്യുന്നു. അതുപോലെ തന്നെ എന്താണ് വലിയ വലിയ മഹാന്മാരായ മദീന സാദാത്യങ്ങളും പരിശുദ്ധ മക്കത്തുൽ മുകറമയിലുള്ള സാദാത്യങ്ങളും ഷെയ്ഖ് സുബാഹ് റിഫായി തങ്ങളെപ്പോലുള്ളവർ അഹ്ലുബൈത്ത് ചൊല്ലിവെച്ച സ്വലാത്തുകൾ മുൻനിർത്തി ഉപ്പാപ്പ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സമർപ്പിക്കുമ്പോൾ ഒരു കൂട്ടായ്മയുടെ പ്രതിനിധിയായിട്ട് വലിയ അസറുള്ള നാവുകൾ കൊണ്ട് ഹദിയകൾ ചെയ്യുമ്പോൾ ആ കൂട്ടായ്മയ്ക്ക് പോരിശ ലഭിക്കുന്നു. ആ കൂട്ടായ്മയുടെ അകത്തളങ്ങളിലുള്ളവർ മരണപ്പെടുമ്പോൾ ഓതിവെച്ച ഖുർആന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൊടുത്തുകൊണ്ടുള്ള മജ്ലിസ് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, ഖബൂൽ ചെയ്യുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തായ കൂട്ടായ്മയിലൂടെ നമ്മുടെ ഖബറിനെ പ്രകാശിപ്പിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല മരണം വരെയും ഇതുപോലുള്ള നന്മകൾ ചെയ്യാനുള്ള സമയവും അതിൽ ബറക്കത്തും നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ബിഹഖ്ഖിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. جددوا إيمانكم ونوروا قلوبكم وزينوا ألسنتكم بقول لا إله إلا الله 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 لا إله إلا الله
لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله صلى الله عليه وسلم عليها نحيا وعليها نموت وعليها نبعث إن شاء الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد
ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاسات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم اوصل مثل ثواب ما قرأناه من القرآن العظيم. هذه هدية واصلة ورحمة نازلة وبركة شاملة مقبولة منا إلى حضرة نبينا مصطفانا منجينا مرشدنا قرة أعيننا مصطفى محمد صلى الله عليه وسلم، وإلى حضرة سائر الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين. يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي. اللهم اغفر لهم وارحمهم واعف عنهم وعافهم وأكرم نزلهم ووسع مدخلهم واعثلهم بالماء والثلج والبرد ونقهم من خطايا كما نكيت الثوب الأبيض من الدنس وأبدلهم دارا خيرا من دارهم وأهلا خيرا من أهلهم وزوجا خيرا من زوجهم وأدخلهم جنة وعدهم من عذاب القبر أو من عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. حينا ربنا بالسلام وأدخلنا دار السلام. اللهم اهدنا الصراط المستقيم صراط الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. رحمن رحيم ما يا الله മലിക്കുൽ ജബ്ബാറായ മലിക്കുൽ മുലൂക്കായ രാജ സയ്യിദായ റഹ്മാനെ ഞങ്ങളുടെ മജ്ലിസ് നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ മജ്ലിസ് നീ കബൂലാക്കണം റഹ്മാനെ. ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനോട്ടമുള്ള മജ്ലിസാക്കണേ അല്ലാ. പടച്ചവനെ ഈ മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട് ഈ മജ്ലിസിൽ ആമീൻ പറയുന്നവർക്ക് നീ റാഹത്ത് നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ, ആരോഗ്യം നൽകണേ അല്ലാ, ഹുസ്നുൽ ഖാത്തിമ നൽകണേ അല്ലാ. മരിക്കുന്ന സമയം ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനോട്ടം കൊണ്ട് നീ അനുഗ്രഹിക്കണം റഹ്മാനെ. പടച്ചവനെ സാധുക്കളാണ് റഹ്മാനെ. അല്ലാഹുവേ ജീവിതത്തിൻ്റെ ദുർബല നിമിഷത്തിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയവരാണ് റഹ്മാനെ. എല്ലാം പുറത്തു കിട്ടാൻ അല്ലാഹുവേ ഈ മജ്ലിസ് നീ കാരണമാക്കണേ അല്ലാ. ആമീൻ പറയുന്നവരുടെ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാ. ആമീൻ പറയുന്നവരുടെ കുടുംബത്തിൽ നിന്ന് മാതാപിതാക്കളുടെ കുടുംബത്തിൽ നിന്ന് ഭർത്താവിൻ്റെ മാതാപിതാക്കളുടെ കുടുംബത്തിൽ നിന്ന് ഞങ്ങളുടെ സുഹൃത്തുക്കളിൽ നിന്ന് ഞങ്ങളുടെ അയൽവാസികളിൽ നിന്നും ഞങ്ങളുടെ ഗുരുനാഥന്മാരിൽ നിന്നും മരണപ്പെട്ടു പോയവരുടെ ഖബറിലേക്കും ഇതിൻ്റെ സന്തോഷം നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. ഈ മജ്ലിസിൻ്റെ സന്തോഷം നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. ഈ ദിക്റുകളും ഞങ്ങളുടെ ഖുർആനുകളും ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുഹളറത്തിൽ നീ എത്തിക്കണേ അല്ലാ. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ അല്ലാഹുവേ ഞങ്ങളിൽ നിന്നും വിട പറഞ്ഞവരുടെ എല്ലാവരുടെയും ഖബറിലേക്ക് ഇതിൻ്റെ പ്രകാശം നീ എത്തിക്കണേ അല്ലാ. പടച്ചവനെ എത്ര സ്വാലിഹീങ്ങളാണ് മരണപ്പെട്ട ഒരു വ്യക്തിക്ക് വേണ്ടി ഒരുമിച്ച് കൂടിയത്. അല്ലാഹുവേ അതിലൂടെ എല്ലാവർക്കും നീ ഖൈറാത്തുകളും ബറകാത്തുകളും നൽകണം റഹ്മാനെ. പടച്ചവനെ ആമീൻ പറയുന്നവരുടെ മാതാപിതാക്കളോ അവരുടെ വല്യുമ്മമാരോ വല്യുപ്പമാരോ ഖബറിലുണ്ടെങ്കിൽ അവരുടെ ഖബറിലേക്കും ഇതിൻ്റെ സന്തോഷം നീ നൽകണം റഹ്മാനെ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് നന്മ ചെയ്യുന്ന അഹ്ലുകാരാക്കണേ അല്ലാ. പടച്ചവനെ എത്ര മജ്ലിസുകളിലാണ് ഞങ്ങൾ പങ്കെടുത്തിട്ടുള്ളത്.
പക്ഷേ മരണപ്പെട്ടു പോയ ആ വ്യക്തിയെ ഞങ്ങൾ കണ്ടിട്ടില്ല, ഞങ്ങൾക്കറിയുക പോലുമില്ലായിരുന്നു. മരണശേഷമാണ് ഇന്നാളിന്നാൾ ഇന്ന സമയത്ത് മരണപ്പെട്ടതെന്നും അവരുടെ മേലുള്ള മജ്ലിസിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതും ധാരാളം ദിക്റുകളും ഖുർആനുകളും ഖത്മുകളും ഞങ്ങൾക്ക് ഹദിയ ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇതുപോലെ നാളെ ഞങ്ങളും മരിച്ചു ഖബറിൽ കിടക്കുമ്പോൾ അല്ലാഹുവേ, ഒരുപാട് നന്മകൾ ചെയ്യുന്ന, ഒരുപാട് ഖുർആൻ ഓതുന്ന, ഒരുപാട് ദിക്റ് ചൊല്ലുന്ന അഹ്ലുകാരെ ഞങ്ങൾക്ക് നീ സമ്മാനിക്കണേ അല്ലാ, സമ്മാനിക്കണം റഹ്മാനെ. അല്ലാഹുവേ, എല്ലാവർക്കും നീ റാഹത്തും സന്തോഷവും നൽകണേ അല്ലാ. പടച്ചവനെ, മരണത്തിൻ്റെ വേദന ഞങ്ങൾക്കറിയില്ല, അനുഭവിച്ചവർക്ക് വേണ്ടിയാണ് ഞങ്ങൾ നന്മകൾ ചെയ്യുന്നത്, ഖുർആൻ സമർപ്പിക്കുന്നത്. അതൊന്ന് ഇഖ്ലാസോടുകൂടി ചെയ്യാനും ഒരുമിച്ച് കൂടിക്കൊണ്ട് സമർപ്പിച്ചുകൊണ്ട് ആ ഖബറാളികളെ സന്തോഷിപ്പിച്ച് നാളെ ഞങ്ങൾക്കും ഒരു ഊഴം വരുമ്പോൾ ഇതിനേക്കാളും കുത്തൊഴുക്കനെ ഒരുപാട് ഹദിയകൾ ലഭിക്കാൻ, അല്ലാഹുവേ, നിൻ്റെ അടിമകളിൽ നിന്നും ഒരുപാട് സന്തോഷം ലഭിക്കാൻ ഈ മജ്ലിസുകൾ നീ കാരണമാക്കണേ അല്ലാ, നീ കാരണമാക്കണം റഹ്മാനെ. ഇതിൻ്റെ പിന്നിൽ ഖിദ്മത്ത് ചെയ്യുന്ന എല്ലാവർക്കും നീ ആഫിയത്ത് നൽകണേ അല്ലാ, ആരോഗ്യം നൽകണേ അല്ലാ, ദീർഘായുസ് നീ നൽകണം റഹ്മാനെ. പടച്ചവനെ, അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് എത്ര ആളുകളിലാക്കാണ് ഈ മജ്ലിസ് എത്തുന്നതും ദിക്റുകൾ ചൊല്ലുന്നതും. അല്ലാഹുവേ, എല്ലാവർക്കും നീ ഐശ്വര്യം നൽകണേ അല്ലാ, എല്ലാവർക്കും നീ ബറക്കത്ത് നൽകണേ അല്ലാ. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മെമ്പർമാർ, ഖിദ്മത്ത് ചെയ്യുന്ന അഡ്മിന്മാർ, അല്ലാഹുവേ, നേതൃത്വങ്ങൾ എല്ലാവർക്കും നീ ഐശ്വര്യം നൽകണേ അല്ലാ. ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനോട്ടം നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളാക്കി ഞങ്ങളെ മാതാപിതാക്കൾക്ക് നീ ദീർഘായുസ് നീ നൽകണം റഹ്മാനെ, ആരോഗ്യം നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണം റഹ്മാനെ. എല്ലാവരുടെയും രോഗങ്ങൾ നീ ശിഫയാക്കണേ അല്ലാ. ഈ മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട് തുടക്കം മുതൽ അവസാനം വരെയും പങ്കെടുത്തതിൻ്റെ ബറക്കത്ത് കൊണ്ട് ഓരോരുത്തരുടെയും മാതാപിതാക്കളുടെ രോഗശമനത്തിനും ആഫിയത്തിനും സബബാക്കണേ അല്ലാ. എല്ലാ രോഗങ്ങളും വിഷമങ്ങളും കടങ്ങളും നീ വീട്ടി നൽകണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാ, വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാ. രോഗങ്ങളുണ്ടോ ശിഫയാക്കണേ അല്ലാ. മക്കളെല്ലാം നീ സ്വാലിഹീങ്ങളാക്കണം റഹ്മാനെ. പടച്ചവനെ, എല്ലാ നിലയ്ക്കും നീ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. ഹബീബായ മുത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്ത് ചെയ്യാനും നീ തൗഫീഖ് നൽകണം റഹ്മാനെ. മഖബൂലും മർദിയുമായ ഹജ്ജ് ചെയ്യാൻ, ഉംറ ചെയ്യാൻ നീ തൗഫീഖ് നൽകണം റഹ്മാനെ. ധാരാളം ഉംറകൾ അധികരിപ്പിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. പ്രത്യേകിച്ച് അല്ലാഹുവേ, എത്ര ആളുകളാണ് മരണപ്പെട്ടു പോയ മാതാവിൻ്റെയും പിതാവിൻ്റെയും പേരിൽ ഓരോ വർഷവും ആണ്ട് വരുമ്പോഴും ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുഹളറത്തിലേക്ക് പരിശുദ്ധ ഖുർആൻ വഖഫ് ചെയ്യാൻ ഏൽപ്പിക്കുന്നത്. സുബ്ഹാനല്ലാ, എത്ര മനോഹരമായ അമലാണ് ജീവിച്ചിരിക്കുന്ന മക്കളോ മരുമക്കളോ ചെയ്യുന്നത്. അല്ലാഹുവേ, ചെയ്തവരാരൊക്കെയുണ്ടോ അവരുടെ എല്ലാം മാതാപിതാക്കളുടെ ഖബറിലേക്ക് ഇതിൻ്റെ സന്തോഷം നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ, നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അവരുടെ ഖബറിടം നീ വിശാലമാക്കണേ അല്ലാ, സ്വർഗ്ഗപ്പൂന്തോപ്പാക്കണം റഹ്മാനെ. അല്ലാഹുവേ, മക്കളുടെ ജന്മദിനം വരുമ്പോഴും ഒരുപാട് നല്ല മുറാദുകൾ മനസ്സിൽ വെച്ചുകൊണ്ട് മുത്തുനബിയുടെ പൊരുത്തം ലഭിക്കണമെന്ന് ആഗ്രഹിച്ച് പരിശുദ്ധ റമളാനിനെ ബഹുമാനിച്ചുകൊണ്ട് അല്ലാഹുവേ, എത്ര പേരാണ് ഖുർആൻ പരിശുദ്ധ മദീന മുനവ്വറയിൽ വഖഫ് ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുള്ളത്. അതിനു പുറമെ എത്ര പേരാണ് പരിശുദ്ധ റബീഉൽ അവ്വൽ മാസം മുത്തുനബി തങ്ങൾക്ക് സമ്മാനമെന്ന നിലക്ക് ഖുർആൻ വഖഫ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ മഹത്വവും പദവിയും അല്ലാഹുവേ, ഓരോ മഹാന്മാർ പറയുമ്പോൾ, മദീന നിവാസികൾ ഏവർക്കുമ്പോൾ അല്ലാഹുവേ, അതിലൊക്കെ ഖിദ്മ ചെയ്യാൻ ഞങ്ങൾക്ക് കഴിഞ്ഞല്ലോ എന്ന സന്തോഷം. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച് ഖിദ്മ ചെയ്യുന്ന ആരൊക്കെയുണ്ട് അവർക്കെല്ലാം ഖുർആൻ വഖഫ് ചെയ്ത അതേ പ്രതിഫലം നീ നൽകണം റഹ്മാനെ. നീ നൽകണേ അല്ലാ, നീ നൽകണം റഹ്മാനെ. പടച്ചവനെ, നീ കബൂലാക്കണം റഹ്മാനെ. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖാദിമീങ്ങളാക്കണം റഹ്മാനെ. മുത്തുനബി തങ്ങളുടെ മസ്ജിദ് നബവിയുടെ സേവകരാക്കണേ അല്ലാ. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാവൽ നീ നൽകണം റഹ്മാനെ. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ يا حبيب الله. الصلاة والسلام عليك يا سيدنا يا خير خلق الله. خذ بأيدينا قلت حيلتنا أدركنا يا رسول الله. السلام عليك أيها النبي ورحمة الله وبركاته. 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 السلام علينا وعلى عباد الله الصالحين. أدركنا يا رسول الله. نجنا يا حبيب الله. خذ بأيدينا قلت حيلتنا
أدركنا انظر حالنا يا حبيب الله يا رسول الله. പരിശുദ്ധമാക്കപ്പെട്ട മദീന മുനവ്വറയിൽ നിന്നുകൊണ്ട് ഹബീബായ മുത്തുനബി തങ്ങളുടെ പേരമകനായ ഞങ്ങളുടെ പ്രിയപ്പെട്ട മർഹൂം പൂക്കോയ തങ്ങളൽ ബുഖാരി തങ്ങൾക്ക് വേണ്ടിയാണ് ഇത്രയും മഹനീയമായ മജ്ലിസ് നടത്തിയിരിക്കുന്നത്. അല്ലാഹുവേ, ആ ഉപ്പയ്ക്ക് വേണ്ടി നടത്തിയ മജ്ലിസിൽ എത്ര പേർക്കാണ് ദുആ ലഭിച്ചത്. അല്ലാഹുവേ, ഒരുപാട് പാവങ്ങൾക്ക് ദുആ ലഭിച്ചു, ഒരുപാട് പേരുടെ വിഷമങ്ങൾക്ക് പരിഹാരമായ ദുആ ലഭിച്ചു. എത്ര മനോഹരമായ മജ്ലിസാണ്. ആ ഉപ്പ സന്തോഷിക്കുകയാണ്. ആ ഉപ്പയ്ക്ക് വേണ്ടി മാത്രമല്ല, ഈ മജ്ലിസ് കൊണ്ട് മജ്ലിസിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരേപോലെ പ്രതിഫലം ലഭിക്കുന്ന രൂപത്തിൽ, ഇജാബത്ത് ലഭിക്കുന്ന രൂപത്തിൽ, ഉപ്പാക്ക് സന്തോഷം കിട്ടുന്ന രൂപത്തിൽ അല്ലാഹുവേ മജ്ലിസ് നടത്തി. ഇതിൻ്റെ ബറക്കത്ത് കൊണ്ട് റഹ്മാനെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട സയ്യിദ് മർഹൂം പൂക്കോയ തങ്ങളൽ ബുഖാരി നവ്വറല്ലാഹു മർഖദഹു, ആ മഹൽ വ്യക്തിയുടെ ഖബറിലേക്ക് യാ റസൂലല്ലാഹ് ഞങ്ങൾ ചൊല്ലിയ 100 ദിക്റും ഞങ്ങൾ ഇത്രയും സമയം ചെലവഴിച്ചതിൻ്റെ എല്ലാ ബറക്കത്തുകളും ആ ഉപ്പയുടെ സയ്യിദവറുകളുടെ ഹബീബായ മുത്തുനബി തങ്ങളുടെ പേരമകൻ്റെ ഖബറിൽ നീ എത്തിക്കണേ അല്ലാഹുവേ. ഇങ്ങനെ ഒരു മജ്ലിസിന് സബബായിട്ടുള്ളത് അഹ്ലുൽ മുസ്തഫയുടെ മെമ്പറായിട്ടുള്ള അല്ലാഹുവേ മുത്തുബീവി അൽ ബുഖാരി എന്ന മെമ്പറുടെ ഭർത്താവിൻ്റെ പിതാവും സുമയ്യ ബീവി അൽ ജീലാനി എന്നവരുടെ ഭർത്താവിൻ്റെ പിതാവും സഹല ബീവി അൽ ബുഖാരി അവരുടെ ഉപ്പയുടെ ഉപ്പയുമായിട്ടുള്ള റുഫൈദ ബീവി അൽ ബുഖാരിയുടെ ഉപ്പയുടെ ഉപ്പയുമായിട്ടുള്ള മർഹൂം പൂക്കോയ തങ്ങളൽ ബുഖാരിക്ക് വേണ്ടിയാണ് ഞങ്ങളിങ്ങനെ മജ്ലിസ് നടത്തിയത്. യാ റസൂലല്ലാഹ്, അഹ്ലുബൈത്തിൻ്റെ കുടുംബമായ, അഹ്ലുബൈത്തിൻ്റെ സഹോദരിമാരുടെ കുടുംബമായ അഹ്ലുൽ മുസ്തഫയുടെ മെമ്പർമാരുടെ പേരിലാണ് റബ്ബേ ഇങ്ങനെ ഒരു മജ്ലിസ് നടത്തിയിരിക്കുന്നത്. യാ റസൂലല്ലാഹ്, അവിടുത്തെ പേരമക്കളായ മുത്തു ബീവി അൽ ബുഖാരി, സുമയ്യ ബീവി അൽ ബുഖാരി, സഹല ബീവി അൽ ബുഖാരി, റുഫൈദ ബീവി അൽ ബുഖാരി, ഓരോ ബീവിമാരും ഓരോ ദിവസവും ശേഖരിച്ചു വച്ച സ്വലാത്തുകൾ അല്ലാഹുവേ ഈ നിമിഷം വരെ ചൊല്ലിയ എല്ലാ സ്വലാത്തുകളും മുത്തുനബി തങ്ങളുടെ തിരുഹളറത്തിൽ വെച്ച് സമർപ്പിച്ചുകൊണ്ട് ദുആ ചെയ്യുന്നു അല്ലാഹ്. ആ സ്വലാത്തിൻ്റെ ബറക്കത്തും ഞങ്ങളുടെ പ്രിയപ്പെട്ട മർഹൂം പൂക്കോയ തങ്ങളുടെ ഖബറിലേക്ക് പ്രകാശമായി എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്നും വിടമറഞ്ഞ ഉപ്പാപ്പയുടെ ഖബറിലേക്ക് ഇതിൻ്റെ സന്തോഷം എത്തിക്കണേ അല്ലാഹ്. വിട പറഞ്ഞതു മുതൽ ഈ നിമിഷം വരെയും ഇനി 40 വരെയും ചെയ്യാനിരിക്കുന്ന ദിക്റുകളും ഖുർആനും യാസീനും എല്ലാം ആ ഖബറിൽ നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ഹബീബായ മുത്തുനബി തങ്ങളുടെ ഷറഫാക്കപ്പെട്ട തിരുകരങ്ങളാൽ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ഖബർ വിശാലമാക്കണേ അല്ലാഹ്. സ്വർഗ്ഗപ്പൂന്തോപ്പാക്കണേ അല്ലാഹ്. പാപങ്ങൾ പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഒരുപാട് നന്മകൾ ഒഴുകുന്ന ഖബറാക്കണേ അല്ലാഹ്. ആ ഉപ്പയ്ക്ക് വേണ്ടി അഹ്ലുൽ മുസ്തഫയുടെ പേരിൽ ഞങ്ങൾ ഖുർആൻ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധ റൗള ഷരീഫിൽ സമർപ്പിച്ചുകൊണ്ടുള്ള മനോഹരമായ മജ്ലിസാണ് റഹ്മാനെ. യാ റസൂലല്ലാഹ്, അവിടുത്തെ പേരിൽ ഞങ്ങൾ സമർപ്പിച്ചിട്ടുള്ള ഖുർആൻ അല്ലാഹുവേ ഞങ്ങളുടെ സയ്യിദ് അവറുകൾക്ക് വേണ്ടി അഹ്ലുൽ മുസ്തഫയുടെ പേരിലാണ് ഞങ്ങൾ തന്നിരിക്കുന്നത്. ഓരോ ഖുർആൻ പാരായണവും ഖബർ വിശാലമാകാൻ, ഖബർ ഖുർആൻ എന്ന ഓരോ ആയത്തുകൊണ്ടും പ്രകാശമാകാൻ സബബാക്കണം റഹ്മാനെ. സബബാക്കണേ അല്ലാഹ്, സബബാക്കണേ റഹ്മാനെ. പടച്ചവനെ, ആ ഉപ്പയ്ക്ക് വേണ്ടി ആരെങ്കിലും എന്തെങ്കിലും നന്മകൾ ചെയ്യുന്നുണ്ടെങ്കിൽ
ഈ മജ്ലിസിൽ അത് കണക്ട് ചെയ്യണേ റഹ്മാനെ, നീ കണക്ട് ചെയ്യണം റഹ്മാനെ. ആ ഉപ്പയ്ക്ക് വേണ്ടി ഒരുപാട് നന്മകൾ ചെയ്തുകൊണ്ടിരിക്കാൻ ഞങ്ങൾക്കും അഹ്ലുൽ മുസ്തഫക്കാർക്കും അതുപോലെ തന്നെ അവരുടെ പേര് പറഞ്ഞിട്ടുള്ള അഹ്ലുൽ മുസ്തഫയുടെ മെമ്പർമാർക്കും തൗഫീഖ് നൽകണം റഹ്മാനെ, തൗഫീഖ് നൽകണേ അല്ലാ. പരിശുദ്ധമാക്കപ്പെട്ട റജബിലും ഷഅബാനിലും റമളാനിലും ഓതിവെച്ച ഖത്മുൽ ഖുർആനുണ്ട്, സൂറത്തുൽ ഫാത്തിഹയുണ്ട്, യാസീനുണ്ട്, മുൽക്കുണ്ട്, ദിക്റുണ്ട്, ഖിലാസുണ്ട്, ഇസ്തിഗ്ഫാറുണ്ട്. എല്ലാം സമർപ്പിച്ചുകൊണ്ട് ദുആരക്കുന്നു റഹ്മാനെ. നൂറുകണക്കിന് ഖത്മുൽ ഖുർആനുണ്ട്, ആയിരക്കണക്കിന് യാസീനും ഫാത്തിഹയും മുൽക്കും ദിക്റും ഇഖ്ലാസുമുണ്ട്, ലക്ഷക്കണക്കിന് ദിക്റും ഇസ്തിഗ്ഫാറുമുണ്ട്. എല്ലാം യാ റസൂലല്ലാ ആ ഉപ്പയുടെ ഖബറിൽ നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. ആ കണക്കുകളൊന്നും കൃത്യമായിട്ടില്ല, കൃത്യമാകുമ്പോൾ അത് പ്രത്യേകം എടുത്തു പറഞ്ഞു ദുആ ചെയ്യാനിരിക്കുകയാണ്. അല്ലാഹുവേ നീ കബൂലാക്കണം റഹ്മാനെ. ഈ കുടുംബത്തിന് നീ ഐശ്വര്യം നൽകണേ അല്ലാ, ബറക്കത്ത് നൽകണേ അല്ലാ. ഒരുപാട് വയോവൃദ്ധരായ ബീവി ഉമ്മമാർ, ബീവി ഉപ്പാപ്പമാരുണ്ട് അല്ലാഹുവേ, തങ്ങന്മാർ ഉപ്പാപ്പമാരുണ്ട് റഹ്മാനെ. അല്ലാഹുവേ എല്ലാവർക്കും നീ ആഫിയത്ത് നൽകണം റഹ്മാനെ, ആരോഗ്യം നൽകണേ അല്ലാ, ദീർഘായുസ് നൽകണേ അല്ലാ. പടച്ചവനെ, പരിശുദ്ധ മദീന മുനവ്വറയിൽ മരണം വരെയും അഹ്ലുബൈത്തിന് വേണ്ടി ഖിദ്മ ചെയ്യാൻ തൗഫീഖ് നൽകണേ അല്ലാ. ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട എൻ്റെ സഹധർമ്മിണി അടക്കം അല്ലാഹുവേ, ഫാത്തിമ സമിയ അൽ ഹാദിയ, ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്ന ഹഫ്സ ബീവി അടക്കം എല്ലാവർക്കും നീ അല്ലാഹുവേ ആത്മീയ ശക്തി നൽകണേ അല്ലാ. സ്വലാത്ത് ചൊല്ലാനും ചൊല്ലിപ്പിക്കാനും ദഅവാ പ്രവർത്തനങ്ങൾ നടത്താനും അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അല്ലാഹുവേ ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യാൻ തൗഫീഖ് നൽകണം റഹ്മാനെ, തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളുടെ പ്രാസ്ഥാനിക നേതാക്കന്മാർ, പണ്ഡിത സാദാത്യങ്ങൾ എല്ലാവർക്കും ദീർഘായുസും ആഫിയത്തും നൽകണേ അല്ലാ. വിശിഷ്യ സുൽത്താനുൽ ഉലമ, അതുപോലെ തന്നെ സയ്യിദ് അലി ബാഫഖി തങ്ങൾ, ബദറു സാദാത്ത്, അല്ലാഹുവേ എല്ലാവർക്കും നീ ദീർഘായുസും ആഫിയത്തും ഈ മജ്ലിസിൻ്റെ ബറക്കത്തിന് നീ കാണിച്ചു കൊടുക്കണം റഹ്മാനെ. സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ഓടി നടക്കുന്ന പ്രാസ്ഥാനിക നേതാക്കന്മാർക്ക് ഈ മജ്ലിസിൻ്റെ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. കണ്ണേറു ബലാ മുസീബത്തുകളിൽ നിന്നും നീ കാവല് നീ നൽകണേ അല്ലാ. ഞങ്ങളെ മക്കൾക്ക് നീ ആഫിയത്തും ആരോഗ്യവും നൽകണേ അല്ലാ, ഓർമ്മശക്തി നൽകണേ അല്ലാ, ഓർമ്മ ബുദ്ധി നൽകണം റഹ്മാനെ. സ്വാലിഹീങ്ങളാക്കണേ അല്ലാ, വഴിതെറ്റുന്ന മക്കളാക്കരുത് റഹ്മാനെ. ഞാൻ അഹ്ലുബൈത്താണ്, അതുകൊണ്ട് എൻ്റെ ഉപ്പാപ്പയെ സന്തോഷിപ്പിക്കണമെന്ന നല്ല ബോധത്തോടുകൂടി ഇൽമു പഠിക്കാനും ഭൗതികം പഠിക്കാനും ഇസ്സത്തോടുകൂടി മാതാപിതാക്കളെ സന്തോഷിപ്പിക്കുന്ന അദബുള്ള സാദാത്യങ്ങളാക്കണേ അല്ലാ. ബീവിമാരാക്കണം റഹ്മാനെ. പടച്ചവനെ, ഇസ്സത്ത് പോകുന്ന രൂപത്തിൽ അല്ലാഹുവേ ഞങ്ങളെ മക്കളെ നീ വഴിതെറ്റിക്കല്ലേ അല്ലാ. നിന്റെ കാവല് നൽകണം റഹ്മാനെ. അതിനുവേണ്ടിയാണ് ഞങ്ങൾ അല്ലാഹുവേ ഈ കൂട്ടായ്മയിൽ പരസ്പരം ദുആ ചെയ്തും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിച്ചും ഹദിയകൾ സമർപ്പിച്ചും നന്മകൾ പ്രചരിപ്പിച്ചും ഇങ്ങനെ ഒരു കൂട്ടായ്മ ബീവിമാർ തന്നെ നിയന്ത്രിച്ചുകൊണ്ട് റഹ്മാനെ അല്ലാഹുവേ ഖിദ്മത്ത് ചെയ്യുന്ന എല്ലാ നേതൃത്വങ്ങൾക്കും അല്ലാഹുവേ നീ ആഫിയത്തും ആരോഗ്യവും ബറക്കത്തും റാഹത്തും നീ നൽകണേ അല്ലാ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على سيدنا محمد يا ربي صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين.